ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ നാട്ടിലെത്തി. ഇന്ന് ഞാനിവിടെ കപ്പ പറിക്കാൻ വന്നിരിക്കുക. ഇന്നത്തെ സ്പെഷ്യലാണ് നാട്ടിലെ കപ്പയും മീനും. ഇത് നല്ലൊരു പറമ്പാണ്. വീടിൻ്റെ അടുത്തുള്ളതല്ല, വേറെ ഉള്ളത്. ഇത് വേണ്ട കുരുമുളക്, വെള്ളം കൊണ്ടുപോയിട്ട് ഒഴിക്കണം, എന്നാലേ കപ്പ കിട്ടുള്ളൂ. വെള്ളം ഒഴിച്ചാലേ കപ്പ കിട്ടുള്ളൂ. പുറത്തുണ്ടല്ലോ മണ്ണൊക്കെ നല്ല ഡ്രൈ ആയിട്ടിരിക്കുക. ഇതിനെ ഇങ്ങനെ കളച്ചിട്ട് വേണം, ഗ്യാസ് കൊണ്ട് കളച്ചിട്ട് വേണം ഇതിനെ കളച്ചെടുക്കാൻ. വെള്ളം ഒഴിച്ച് വിളിക്കാം വിളിക്കാം. കപ്പ പറിക്കുകയാണ്. ഓ, പൊട്ടി, ഒരെണ്ണം പൊട്ടിയുണ്ട്. നോക്കിയാൽ പൊട്ടിയിട്ടുണ്ട്. അത് അവിടെ നിന്ന് എടുക്കാം. കറി പൊട്ടിക്കണ്ട. അപ്പം അങ്ങനെ കപ്പതാ ഒരു കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിനി കപ്പ ക്ലിയർ ആക്കാൻ പോകും. ഇത് മതി. അതെ, ഇത് തന്നെയായി റെക്കോർഡ്. ഇതെങ്ങനെ കളിക്കാൻ വിളിച്ചിട്ട് പറ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. കപ്പയിലേക്ക് പൊടിക്കാനുള്ള തേങ്ങയാണത്. ഒരു 1.5 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പച്ചമുളക്, എരിവ് വേണമെങ്കിൽ അനുസരണം നിങ്ങൾക്ക് കൂട്ടാൻ കുറയ്ക്കാം. ഞാൻ എരിവ് കുറച്ചാണ് കുടിക്കണം. കുറച്ച് വെളുത്തുള്ളി. അപ്പോൾ ഇത് ചതച്ചെടുക്കാം. കപ്പ ഇതാ നല്ലോണം വെന്തു. ഒരു തള തിളച്ചപ്പോഴേക്കും വെന്ത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ ശരീരത്തിലേക്ക് നമുക്ക് വറവിടാം. അപ്പോൾ ഇതിലേക്ക് വറവിടാനുള്ള എണ്ണ ഒഴിക്കാം. നമ്മളിന്ന് നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്ന, അടുപ്പത്ത് കത്തിച്ചിട്ട്. നാട്ടിൽ വന്ന കാരണം ഇത് ചെയ്യാൻ പറ്റും. കുറച്ച് കടുക് മൂപ്പിക്കാൻ വേണ്ടി കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് കരിവേപ്പില, കുറച്ച് കരിവേപ്പില. ഉള്ളി നല്ലോണം മൂത്തു.
ഉള്ളി കളറ് മാറി ഇതതിലേക്ക് ഞങ്ങൾ വീട്ടിൽ കുറച്ച് അംഗസംഖ്യ കൂടുതലുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടി ഉണ്ടാക്കിയിട്ടാണ് ഈ വലിയ ഇതിലുണ്ടാക്കിയത്. നമ്മളിതാ കപ്പ റെഡിയായി. നമ്മൾ മീൻകറിയാക്കും. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അയിലക്കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അടിപൊളിയായിട്ട് എണ്ണ ആയി തുടങ്ങി. അപ്പോൾ അതിലേക്ക് നമുക്ക് അയിലക്കറിയാണ്. അയിലക്കറി ആകുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടി ഇതിലേക്ക് ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നല്ല ചൂടാണ്, തീയാളി കത്തുന്നു. സാരമില്ല. അപ്പം അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് സവാള, കുറച്ച് പച്ചമുളക്, ഈ കറിയിലേക്ക് ഇഞ്ചി ലാസ്റ്റ് ഇടുള്ളൂ കേട്ടോ, ചതച്ചിട്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടില്ല. നല്ല ഫ്രഷ് കറിവേപ്പിലയാണ് ഇട്ടുന്ന് പൊട്ടിച്ചത്. അപ്പം നമ്മുടെ ഉള്ളി ഇതാ നന്നായിട്ട് മൂത്ത് വന്നു. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതൊരു 1.5 തക്കാളിയാണ്, ചെറിയ തക്കാളി. ഉള്ളിയും തക്കാളിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ മല്ലിയും മുളകും വറുത്ത് പൊടിച്ചതാണ്. മുളകാണ് കൂടുതൽ, 1/4 ഭാഗം മല്ലിയായിട്ട് വറുത്ത് പൊടിച്ചതാണ്. 2 സ്പൂണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 സ്പൂണ് കാശ്മീരി മുളക്, തീരെ എരിവില്ല അത്. ഇവിടെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്. അടുപ്പായതുകൊണ്ട് പെട്ടെന്ന് ഇതാക്കണം. അപ്പോൾ ഇതിൽ ഞാൻ പുളിവെള്ളം, ഞങ്ങൾ സാധാ പുളി, തക്കാളി ഇട്ടുണ്ടല്ലോ, അപ്പോൾ സാധാ പുളി ഒഴിക്കുന്നത്. കുറച്ച് പുളിവെള്ളം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഉപ്പ് ആവശ്യത്തിന്, കല്ലുപ്പാണ് ചേർക്കുന്നത് ആവശ്യത്തിന്. ഇത് തള വരട്ടെ, നമുക്ക് നമ്മുടെ അയില ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അധികം ഗ്രേവി വെച്ചിട്ടില്ല. അതാ ഇത് തിളക്കട്ടെ, ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവസാനം വരെ കാണണം. ഇതിൽ ഇനി ഒരു സാധനം കൂടെ ചേർക്കും. ഓക്കെ,
തുറന്ന് നോക്കാം നമ്മുടെ കറി. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി ഇടാം. ഇഞ്ചി ഇങ്ങനെ ചതച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമേ ഇഞ്ചി ഇട്ടിട്ടില്ല, ഇതിലിങ്ങനെ ചതച്ചിടും. ഉപ്പ് നോക്കട്ടെ. എല്ലാം ഉണ്ട്, കറക്റ്റാണ് എല്ലാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഒന്ന് ചുറ്റി കൊടുക്കാം. അവസാനം കുറച്ച് തേങ്ങാപ്പാൽ, തേങ്ങ അരച്ച് ഒരു 1/4 മുറി തേങ്ങയുണ്ട്, അത് അരച്ച് പാലെടുത്തതാണ് കേട്ടോ. ഇതാ കപ്പയുടെ കൂടെ നല്ല ടേസ്റ്റാണ്. ഞാനിങ്ങനെ വെച്ച് കഴിക്കാറ്, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെക്കുന്നത്. അങ്ങനെ നമ്മുടെ കപ്പയും മീൻകറിയും റെഡി. കണ്ടോ, സൂപ്പറായില്ലേ? ഇതിന് മീനെ ഞാനൊരു ശകലം ഉള്ളി ഉപയോഗിച്ചു, പക്ഷെ അത് കാണിക്കാൻ പറ്റിയില്ല. ഇത്തിരി കരുവേപ്പിലയും ഒരു ശകലം 2 ഉള്ളിയും കൂടെ മൂപ്പിച്ച് അതിൻ്റെ മീതെ ഇട്ടിട്ടുണ്ട്. ഇത് നല്ല നെയ്യുള്ള അയിലയാണ്, അതുകൊണ്ടാണ്, അല്ലാതെ എണ്ണ കൂടിയിട്ടൊന്നുമല്ല, നെയ്യുള്ള അയില ഇത്.